പാർലമെന്റിനകത്ത് വീണ്ടും പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ്. ഒരു വശത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം, മറുവശത്ത് നിയമം അതിന്റെ വഴിക്ക് മാത്രമാണ് പ്രവർത്തിച്ചതെന്നും രാഷ്ട്രീയ നാടകമാണ് ഇവിടെ അരങ്ങേറുന്നതെന്നുമുള്ള സർക്കാരിന്റെ മറുപടി. വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കെതിരായ പോലീസ് നടപടിയുടെ പേരിൽ ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം എത്രത്തോളം ന്യായമാണ്? രാഷ്ട്രീയ ഉത്തരവാദിത്വവും നിയമപരമായ ഉത്തരവാദിത്വവും ഒന്നാണോ? ഈ ആവശ്യം യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? രാജ്യത്തിന്റെ ജനാധിപത്യ രാഷ്ട്രീയത്തിലെ വിവാദം സൃഷ്ടിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാകും? ഈ ചോദ്യങ്ങളൊക്കെ ഈ സമയത്ത് വളരെയേറെ പ്രസക്തമാവുകയാണ്. വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കെതിരായ ഡൽഹി പോലീസിന്റെ നടപടിയെ തുടർന്നാണ് പ്രതിപക്ഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് പാർലമെന്റിലും പുറത്തും പ്രതിഷേധം ശക്തമാക്കുന്നത്. ഡൽഹി പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലായതിനാൽ സംഭവത്തിന്റെ രാഷ്ട്രീയവും ഭരണപരവുമായ ഉത്തരവാദിത്വം ആഭ്യന്തരമന്ത്രിക്കാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. ഇതേ വിഷയത്തിൽ പാർലമെന്റിൽ മറുപടി നൽകണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. എന്നാൽ അമിത്ഷാ വ്യാഴാഴ്ചയും സഭയിൽ എത്തിയില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട സുപ്രധാന ബില്ലുകൾ അവതരിപ്പിക്കേണ്ടിയിരുന്നെങ്കിലും ഷാ വിട്ടുനിന്നു. പകരം സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബില്ലുകൾ അവതരിപ്പിച്ചത്. അമിത്ഷായെ പ്രതിക്കൂട്ടിൽ നിർത്തി ലോക്സഭയ്ക്ക് അകത്തും പുറത്തും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ കടന്നാക്രമണത്തിനു പിന്നാലെയാണ് വ്യാഴാഴ്ചത്തെ പ്രതിഷേധവും ഉണ്ടായത്. ബഹളത്തെ തുടർന്ന് 3 തവണ നിർത്തിവെച്ച ലോക്സഭ വെള്ളിയാഴ്ച വരെ പിരിഞ്ഞു. രാജ്യസഭയിൽ ശൂന്യവേളയിൽ ഏറെ നേരം മുദ്രാവാക്യം മുഴക്കിയ ശേഷം പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ഉച്ചകഴിഞ്ഞ് പരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ ചർച്ചയിലും രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ലോക്സഭ 3:30 വീണ്ടും ചേർന്ന് ദേശീയ ബഹുമതികളോടുള്ള അനാദരവ് തടയൽ ഭേദഗതി ബിൽ ഒറ്റയടിക്ക് പാസാക്കി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ദേശീയ ഗാനാലാപനത്തിനുള്ള അതേ പ്രോട്ടോകോൾ ബാധകമാക്കുന്നതാണ് ബിൽ. പ്രതിപക്ഷ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന DMK അംഗങ്ങൾ ബില്ലിനോട് കടുത്ത എതിർപ്പുയർത്തി. ഇത് ഫെഡറലിസത്തിനും ദേശീയ താൽപര്യത്തിനും എതിരായതും ജനാധിപത്യ വിരുദ്ധവുമാണ് എന്നാണ് DMK അംഗം K. കനിമൊഴി കുറ്റപ്പെടുത്തിയത്. സ്വന്തമായി സംസ്ഥാന ഗീതമുള്ള തമിഴ്നാടിനെ അടക്കം കേന്ദ്രം അപമാനിക്കുകയാണെന്നും പറഞ്ഞു. ബിൽ പാസാക്കാൻ വേളയിൽ ഭേദഗതി അവതരിപ്പിച്ച DMK അംഗം A. രാജ പാർലമെന്റിനെ സംബന്ധിച്ച് ഏറ്റവും അപകടകരമായ ദിവസമാണിതെന്ന് പറഞ്ഞുവെച്ചു. സവർക്കറും വന്ദേമാതരവുമാണ് ഇന്ത്യ വിഭജനത്തിലേക്ക് എത്തിച്ചതെന്ന രാജയുടെ പരാമർശത്തിനെതിരെ ഭരണകക്ഷി അംഗങ്ങൾ എഴുന്നേറ്റ് പ്രതിഷേധിച്ചു. രാജയെ മുഴുപ്പിക്കാൻ അനുവദിക്കാതെ അവശേഷിച്ച ഭേദഗതികളെല്ലാം ഒറ്റയടിക്ക് തള്ളി ബിൽ പാസ്സാക്കുകയായിരുന്നു. ഇതോടെ ബില്ലിന്റെ പകർപ്പുകൾ രാജ കീറിയെറിഞ്ഞു. പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളി നിർത്തിവെച്ച് രാജയ്ക്ക് പിന്തുണ നൽകി. ഇത് വെറും നിയമ ഭേദഗതിയല്ല എന്നും സാംസ്കാരിക പൈതൃകത്തിന്റെയും ദേശീയ സ്വത്വബോധത്തിന്റെയും അടയാളമാണെന്നും ബിൽ അവതരിപ്പിച്ച മന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു. ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട രാജയുടെ പരാമർശവും ബില്ലിനെ ദേശവിരുദ്ധമായി ചിത്രീകരിച്ച കനിമൊഴിയുടെ പരാമർശവും സഭാരേഖയിൽ നിന്ന് നീക്കി. ഭരണഘടനാപരമായി നോക്കുമ്പോൾ ഒരു കേന്ദ്രമന്ത്രിയുടെ രാജി നിർബന്ധമാകുന്നത് സാധാരണയായി വ്യക്തിപരമായ വീഴ്ച, ഗുരുതരമായ നിയമലംഘനം അല്ലെങ്കിൽ സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനം എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നടക്കാറുള്ളത്. പ്രതിഷേധത്തിനെതിരെയുണ്ടായ പോലീസ് നടപടിയുടെ പേരിൽ മാത്രം രാജി ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമാകാം. എന്നാൽ സ്വതന്ത്ര അന്വേഷണത്തിൽ നിയമവിരുദ്ധമായ ബലപ്രയോഗമോ അധികാര ദുരുപയോഗമോ തെളിയിക്കപ്പെട്ടാൽ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ചർച്ച കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. രാഷ്ട്രീയപരമായി ഈ വിഷയം പ്രതിപക്ഷത്തിന് വലിയ ആയുധമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ, പോലീസ് നടപടി, ജനാധിപത്യാവകാശങ്ങൾ എന്നീ വിഷയങ്ങൾ ഒന്നിച്ചു ചേർത്ത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം. മറുവശത്ത് നിയമവും ക്രമവും സംരക്ഷിക്കുന്നതിൽ സർക്കാർ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന മുന്നറിയിപ്പാണ് BJP മുന്നോട്ട് വെക്കുന്നത്. അമിത്ഷായുടെ രാജിക്ക് നിലവിലെ സാധ്യത എത്രത്തോളം എന്ന ചോദ്യം ഇതിനിടയിലൊക്കെ ഉയരുന്നുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ലോക്സഭയിൽ വ്യക്തമായ ഭൂരിപക്ഷമുള്ളതിനാൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം മാത്രം രാജിയിലേക്ക് നയിക്കാനുള്ള സാധ്യത പരിമിതമാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പൊതുവിലയിരുത്തൽ. എന്നാൽ പാർലമെന്റിലെ ചർച്ചകളും അന്വേഷണങ്ങളും പുതിയ വിവരങ്ങളും പുറത്തു വന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിക്കാം. ഈ വിവാദത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം ഒരൊറ്റ വ്യക്തിയുടെ രാഷ്ട്രീയ ഭാവിയേക്കാൾ വലുതാണ്. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം, നിയമം നടപ്പാക്കേണ്ട പോലീസിന്റെ അധികാര പരിധി, മന്ത്രിമാരുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തം എന്നീ 3 നിർണായക ചോദ്യങ്ങളാണ് ഈ സംഭവത്തിലൂടെ വീണ്ടും ദേശീയ ചർച്ചയാകാൻ പോകുന്നത്. അതിനാൽ അമിത്ഷായുടെ രാജി ആവശ്യപ്പെടുന്ന ഈ പ്രതിഷേധം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രമല്ല, ഭരണകൂടം കാണിക്കാത്ത മാനുഷികതയ്ക്കും ചെയ്തുകൂട്ടുന്ന അടിച്ചമർത്തലിനുമെതിരെ കത്തിപ്പടരുന്ന പ്രതിഷേധാഗ്നിയുടെ തുടർച്ച കൂടിയാണ് എന്ന് പറയേണ്ടി വരും. ഭരണകൂടം ഇനിയും ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത്, സുതാര്യമായ ഉത്തരം നൽകുകയാണ്. അതിൽ പരാജയപ്പെടുന്ന നിമിഷം വീണ്ടും മോദി സർക്കാർ അമിത്ഷായുടെ രാജിയിലേക്ക് അടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.